മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് 22ാം വാർഡിലെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് മെമ്പർ റോയി കപിൽമാക്കൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മാറുവാനായിട്ടുള്ള പ്രവർത്തനത്തിലാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞോളാം. മിനിഞ്ഞാന്ന് നമ്മുടെ പൈങ്ങന തോട്ടിലോട്ട് ലാറ്റക്സിൻ്റെ മണോ അമോണിയയുടെ മണോ ഒക്കെ ഉണ്ട്. വെളുത്ത ഒരു ദ്രാവകം അത് മഴ പെയ്തപ്പോൾ ഒഴുകി വരികയുണ്ടായി. കഴിഞ്ഞ വർഷം ഇതുപോലെ ഉണ്ടായതാണ്. ശക്തമായ നടപടികൾ ആ കാര്യത്തിലുണ്ടാവും. അതിനുവേണ്ടി ഒരു സ്ക്വാഡിനെ തന്നെ നമ്മൾ ആ മേഖലയിൽ നിയോഗിച്ചിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ ഭരണസമിതി തീരുമാനം എടുത്തു കഴിഞ്ഞു. നമ്മുടെ പൈങ്ങന ഹൈവേയിലെ പാലത്തിലും അതുപോലെ മൈലത്തടി പാലത്തിലും അതുപോലെ പൈങ്ങന പള്ളിയുടെ അവിടെയുള്ള പാലത്തിലും ക്യാമറ വെക്കുവാനായിട്ട് എല്ലായിടത്തും ഒരു പ്രോജക്റ്റായിട്ട് മുണ്ടക്കയം പഞ്ചായത്തിലെ മാലിന്യം നിക്ഷേപിക്കുന്ന വലിച്ചെറിയുന്ന എല്ലായിടത്തും ക്യാമറ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിടിച്ചു കഴിഞ്ഞാൽ അത് തന്നെയല്ല, നമുക്ക് ഏതെങ്കിലും നമ്പർ കിട്ടിയാലും വണ്ടിയുടെ നമ്പർ കിട്ടിയാൽ ശക്തമായ നടപടി ഉണ്ടാവും. ഏതറ്റം വരെ പോയാലും അങ്ങനെ ഒരു പ്രവണത അവസാനിപ്പിക്കണം. കാര്യം സാധാരണക്കാരായ ജനങ്ങൾ ജീവിക്കുന്നിടത്ത് കുളിക്കാനും മറ്റുമായിട്ട് ഉപയോഗിക്കുന്ന തോട്ടിൽ ഇങ്ങനെ മാലിന്യം വലിച്ചെറിയാം. കഴിഞ്ഞ ദിവസം 60 മാലിന്യം 2 ചാക്ക് ഒഴിയുണ്ടായി. നമ്മുടെ 31 പള്ളിയുടെ പുറകുവശത്ത് ഞാൻ നേരിട്ട് പോയി കണ്ടു. ഈ പ്രവണത അവസാനിപ്പിക്കാൻ വളരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നുകൂടി ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുണ്ടമറ്റം റിബേറ്റുപടി ഭാഗം, പൈങ്ങനാപ്പള്ളി ഭാഗം, മുണ്ടമറ്റം ഭാഗം എന്നിവിടങ്ങളിലായി 3 ഗ്രൂപ്പുകളിലായി തിരിഞ്ഞാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ, സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവരെല്ലാം ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടർ ഷൈജുവിന്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ശുചീകരണത്തിൽ പങ്കാളികളാകുന്നവർക്ക് പ്രതിരോധ ഗുളിക അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങളും നൽകുന്നുണ്ട്. വരും ദിവസങ്ങളിലും നടക്കുന്ന ശുചീകരണ പ്രവർത്തനത്തിലൂടെ 22ാം വാർഡ് പൂർണ്ണമായും ശുചീകരിക്കുവാനാണ് പദ്ധതി. ഫെസ്റ്റു ന്യൂസ്, മുണ്ടക്കയം.